ഹായ് പിച്ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നാളെ ഇപ്പം എന്തൊരു ഷൂട്ടൊക്കെ ആയിട്ട് കോട്ടയത്തേക്ക് പോകല്ലേ? എങ്ങനെയുണ്ട്? പോകല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ നാളത്തെ വർക്കുകൾ എങ്ങനെയുണ്ട്? അല്ല, രാവിലെ എത്തൂലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഹരിശ്രേഷ്ഠൻ ചേട്ടൻ സിനിമയുടെ മകൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് പട്ടിപുരത്തേക്ക് ഉണ്ടാവും പോകല്ലേ? എത്ര വർഷമായി ഈ മേഖലയിലേക്ക് ചേട്ടൻ വന്നിട്ട്? ആ, എങ്ങനെയുണ്ടാ മറ്റേ ജീവിതമൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നത്? അതായത് സിനിമാ ജീവിതം എങ്ങനെയാണ് ചേട്ടൻ്റെ? അതായത് സന്തോഷകരമാണോ ഈ പരിപാടി ചെയ്യുന്നത്? ഓ, ആ, ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്യുന്നുണ്ടോ മലയാളത്തിന് വേണ്ടി? ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ടല്ലേ? ആ, അപ്പം ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഒരു സിനിമ തിയേറ്ററിലെത്തിന് ഇവരെ പോലുള്ള റപ്പുമാർ വിചാരിച്ചാലേ നടക്കുള്ളൂ, ആണോ അല്ലയോ? നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ സാധാരണക്കാർ സിനിമയുടെ ഒരു പ്രേക്ഷകർ വേണം. അയ്യോ, അത് വലിയൊരു ഘടകം, പ്രേക്ഷകരാണ് വേണ്ടത്. ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനും മൂവാറ്റ് വെച്ച് കാണുമ്പോൾ ചേട്ടൻ ഐസക്കിലേക്ക് ഓടും, ആശീർവാദിലേക്ക് ഓടും. കാരണം ഇതിൻ്റെ തിരക്കാണ് പിടിച്ചാണ് പിടിച്ചാൽ കിട്ടില്ല. കാരണം അതുപോലെ സിനിമയെ കണ്ടും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് ബിജു കയനാട്. അതിലുപരി എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും ആ സ്നേഹമുണ്ട്. നമ്മുടെ പരിപാടി കാണാറുണ്ട് കേട്ടോ. 10 വർഷമായി വീട്ടിൽ വന്നിട്ട് പോലെ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എത്ര മണിക്ക് രാവിലെ പോകണോ ഷൂട്ടിന്? അവിടെ വിളിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? പുതിയ അവസരങ്ങൾ വരുന്നുണ്ടോ മലയാള സിനിമയിലേക്ക് പോലെ? അപ്പോൾ ചേട്ടൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, സിനിമയിൽ എന്തെങ്കിലും നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞു വർക്കുകൾ വരുന്നുണ്ട്, എന്തായാലും ബിച്ചേട്ടൻ ഉണ്ടാവും കൂടെ. അപ്പോൾ ഉണ്ടാവില്ലേ കൂടെ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും ഓക്കെ. എൻ്റെ പ്രോഗ്രാം കണ്ടതിന് സപ്പോർട്ട് നൽകിയതിന് സന്തോഷം. അപ്പോൾ ബിച്ചേട്ടൻ നമ്മൾ കൂട്ടി നിർത്തുകയാണ്. അപ്പോൾ ബിജു കയനാടിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.